200-ലധികം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ പോറ്റമ്മയാണ് തിരുവനന്തപുരം പേയാട് സ്വദേശിനിയായ ഷീജ. ഒപ്പം സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാഥയും. ഭിന്നശേഷിക്കാരിയായ തന്റെ മകൾക്ക് കിട്ടുന്ന സ്നേഹവും പരിചരണവും സമാനാവസ്ഥയിലൂടെ കടന്നുപോകുന്ന കുഞ്ഞുങ്ങൾക്കും ലഭിക്കണമെന്ന ചിന്തയാണ് പ്രതിസന്ധികൾക്ക് നടുവിലും പുതിയ വഴി തെളിക്കാൻ ഈ അമ്മയ്ക്ക് കരുത്താകുന്നത്. വൈകല്യത്തോട് കുട്ടി ഒരു ജനിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഒരു നാണക്കേടാണ്. അപ്പോൾ ബന്ധുക്കളായാലും കല്യാണത്തിന് വിളിക്കുമ്പോൾ പറയും, ഷീജ ഇങ്ങനൊരു മോളുണ്ട്, കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ നാണക്കേട് എന്നൊരർത്ഥത്തിലാണ് പലരും പറയുന്നത്. ഇത് ഷീജ, വേദനകളുടെ തീച്ചൂളയിലും പ്രകാശിക്കുന്ന അമ്മ. ഷീജ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭിന്നശേഷിയുമായി ജനിച്ച മക്കളുള്ള ഏതൊരമ്മയും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കേട്ട വാചകങ്ങളായിരിക്കും. 2010 ഷീജയ്ക്ക് വെറും 19 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മകൾ സാന്ദ്ര ജനിച്ചത്. മൈക്രോസെഫാലിയ എന്ന രോഗവുമായി ജനിച്ച മകൾ ഉടൻ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. കുഞ്ഞിന്റെ അച്ഛനടക്കം എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ടും ഷീജ തളർന്നില്ല. മകളെ ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ കാത്തുവച്ചു. പെട്ടെന്ന് മാറുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയല്ല നമ്മളിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഓടുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു അവസ്ഥയാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി ഇതൊക്കെ നടക്കണം, എന്നാലും നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. അടിക്കടി വന്നു ചേരുന്ന ആശുപത്രിവാസം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുള്ള ഒരു കൂട്ടം അമ്മമാരുടെ വേദനകൾ കൂടിയാണ് ഷീജയ്ക്ക് മുന്നിൽ തുറന്നു വെച്ചത്. ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികളുള്ള സെയിം കുട്ടികൾ ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ അതിൽ 1-2 അമ്മമാരിടയ്ക്ക് സൂയിസൈഡ് ചെയ്തു. നമ്മളോട് നന്നായിട്ട് സംസാരിച്ചിട്ടായിരിക്കും പോയത്, പക്ഷേ ആരുടെയെങ്കിലും 1-2 വാക്കുകളൊക്കെ ആയിരിക്കും പെട്ടെന്ന് അവർക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് അത് മാറത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന ഒത്തിരി അവസ്ഥകൾ. അങ്ങനെ ഉള്ള അമ്മമാർക്കും കുട്ടികൾക്കും ഒരു ആശ്വാസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. കാരണം ഞാനും ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചതാണ് ഒരുപാട് നേരത്തെ മരിച്ചാൽ എന്ന്. ഈ തീരാ നോവുകൾ തന്നെയാണ് മകളുടെ പേര് സ്നേഹത്തിൽ ചാലിച്ച് സ്നേഹസാന്ദ്രം എന്ന കൂട്ടായ്മ കെട്ടിപ്പടുക്കാൻ ഈ അമ്മയ്ക്ക് കരുത്തു നൽകിയത്. ഇങ്ങനൊരു കുഞ്ഞാവുമ്പോൾ ശരിക്കും വീട്ടിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് കുഞ്ഞുങ്ങളും അമ്മമാരും. അപ്പം അവരെ പുറത്തോട്ട് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ, ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള ഒത്തിരി അമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ ജോലിയും അവരുടെ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറുകയാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വരുമ്പോൾ. അത് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ അമ്മമാർക്കും അവരെയും കുഞ്ഞുങ്ങളെയും സമൂഹത്തിന് മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് ഞാനും സഞ്ചരിച്ചത്. ഇന്ന് സ്നേഹസാന്ദ്രത്തിന്റെ തണലിൽ സ്വയം തൊഴിൽ ചെയ്ത് സ്വയം പര്യാപ്തി കൈവരിച്ച 200-ലധികം അമ്മമാരാണ് ഉള്ളത്. ഭിന്നശേഷിയുമായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മമാർ സാധാരണ ജീവിതത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ ചവിട്ടി നിൽക്കുമ്പോഴും സ്വന്തം മകളെയും ചേർത്ത് പിടിച്ച് ഈ അമ്മ നടത്തുന്ന യാത്ര സമാനതകളില്ലാത്തതാണ്. ക്യാമറ പേഴ്സൺ എസ് അനോഷിനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.